സാധാരണ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നമാണ്. അതിനപ്പുറം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അവർ പ്രതീക്ഷിക്കുമല്ലോ, ഞാൻ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ പക്ഷം അവരിങ്ങനെയല്ല ആകേണ്ടത്, ആ രാഷ്ട്രീയം ഇങ്ങനെയല്ല ആകേണ്ടത്, ആ നേതാക്കൾ ഇങ്ങനെയല്ല ആകേണ്ടത്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഇങ്ങനെയല്ല ആകേണ്ടത് എന്നുള്ളൊരു ചിന്ത ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ലല്ലോ. ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നവർ അത് ഇനിയും തുടരും എന്നുള്ളതല്ലേ. അപ്പോൾ ഉണ്ടാവും. പക്ഷേ അതുകൊണ്ടെന്താ, ഇതെങ്ങനെയാണ് തിരുത്താൻ പറ്റുക എന്നുള്ളത് ഗൗരവമായിട്ട് ആലോചിക്കുന്നു. എല്ലാം ചെയ്യാനുള്ള പണമില്ല, ദാറ്റ്സ് വെരി ക്ലിയർ. ഇത് മുൻ ധനമന്ത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം താങ്കൾ എപ്പോഴും ആ ധനകാര്യ മാനേജ്മെൻറ്റുമായിട്ട് മാത്രമാണ് ബന്ധപ്പെടുത്തി കാണുന്നതെന്ന് തോന്നുന്നു. അത് അല്ലാതെയുള്ള പ്രശ്നങ്ങൾ, അത് ശരിക്കും ആളുകൾക്ക് ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നവർക്ക് നിരാശ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടും കൂടിയല്ലേ ഇത്രയും വലിയ പരാജയം ഉണ്ടായത്? മറ്റു പലതും ഉണ്ടാവും, പക്ഷെ ഇതാണ് ഞാൻ അടിസ്ഥാന കാര്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആളുകൾ ചിലത് ശൈലിയെക്കുറിച്ചുമൊക്കെ പറയും. അതൊക്കെ ഉണ്ടായിരുന്നപ്പോഴല്ലേ കഴിഞ്ഞ 2021 റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അതൊന്നുമല്ല അടിസ്ഥാനപരമായിട്ടാണ്. അടിസ്ഥാനപരമായിട്ടുള്ളത് ഈ ധനകാര്യ പ്രതിസന്ധി കേന്ദ്രം സൃഷ്ടിച്ചതാണ്. അതിങ്ങനെ അതൃപ്തി ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമുള്ള കരുനീക്കത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു.